നമസ്കാരം. ശ്രീനി ആലക്കുട, കണ്ണൂർ ജില്ലയിലെ ആലക്കോട് നിന്നാണ്. ഇവിടെ ആലക്കോട് നടുപ്പറമ്പിൽ സ്പോർട്സ് സിറ്റിയിൽ നിന്നും ഒരു വലിയ ഫംഗ്ഷൻ നടക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവർ 10 പേർക്ക് 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നു. അതായത് 1 കോടി രൂപ. തങ്ങളുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന വ്യാപാരികൾ അവർ ഇടയ്ക്ക് വെച്ച് മരണപ്പെടുന്നു. അവരുടെ കുടുംബങ്ങൾ ഏറെ ദുഃഖിക്കും. അവർക്ക് ഒരു കൈത്താങ്ങാവുകയാണ് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റി. ആലക്കോട് നടുപ്പറമ്പിൽ സ്പോർട്സ് സിറ്റി. സമയം 5 മണിയോട് അടുത്തിരിക്കുന്നു. ഇവിടെ ഇന്നൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാം നടക്കാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ തന്നെ ആളുകളെത്തി അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. വിശിഷ്ട വ്യക്തികളും വ്യാപാരികളുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. എന്തായാലും ഉദ്ഘാടകൻ വരാൻ അല്പം വൈകും. ആളുകൾ ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സംഘാടകരൊക്കെ നേരത്തെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ഓരോ മേഖലകളിൽ നിന്നും എത്തിയ ആളുകളുടെ കണക്കുകളെടുക്കുന്ന ചില വളണ്ടിയർമാർ, വിശിഷ്ട വ്യക്തികളെ ആദരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന വനിതാ വിംഗ് പ്രവർത്തകർ, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ വ്യാപാരികളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് 5000-ഓളം പേർക്ക് ഇരിക്കാവുന്ന ഈ കൺവെൻഷൻ സെൻറ്റർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റിയാണ് 10 ലക്ഷം രൂപ വീതം 10 കുടുംബങ്ങൾക്ക് നൽകുന്നത്. അതായത് 1 കോടി രൂപയുടെ ധനസഹായമാണ് ഇന്ന് ഈ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ബഹുമാനായ പാമ്പ്ളാനി പിതാവ് വിതരണം ചെയ്യുന്നത്. അകാലത്തിൽ മരണമടഞ്ഞ വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് ഈ തുക വലിയൊരു ആശ്വാസമാണ്. ആശ്രയ എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് പ്രധാനമായും ചുക്കാൻ പിടിക്കുന്നത് ജില്ലാ അധ്യക്ഷൻ കൂടിയായ ദേവസ്യ മേച്ചേരിയാണ്. ഇത്തരുണത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ആലക്കോട്, ചപ്പാരപ്പടവ്, നടുവിൽ, ഉദയഗിരി, ചെറുപുഴ പഞ്ചായത്തുകളിൽ നിന്നായി ഒട്ടേറെ വ്യാപാരികളും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കാൻ ഈ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഓരോ മേഖലകളിൽ നിന്നും എത്തിയ വ്യാപാരികൾ രജിസ്ട്രേഷന് ശേഷമാണ് ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചത്. കൺവെൻഷൻ സെൻറ്ററിലെ പ്രവേശന കവാടത്തിന് സമീപത്ത് തന്നെ രജിസ്ട്രേഷനുള്ള സംവിധാനം സംഘാടക സമിതി ഒരുക്കിയിരുന്നു. കരുവഞ്ചാൽ യൂണിറ്റാണ് ഇത്തവണ പരിപാടിയുടെ ആതിഥേയത്വം ഏറ്റെടുത്തിട്ടുള്ളത്. തികഞ്ഞ അച്ചടക്കത്തോടെയാണ് രജിസ്ട്രേഷനും മറ്റുമുള്ള സംവിധാനങ്ങൾ ഇവർ ഒരുക്കിയിട്ടുള്ളത്. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് വെള്ളവും ഭക്ഷണവുമൊക്കെ ഇവർ വിതരണം ചെയ്യുന്നുണ്ട്. വ്യാപാരികളെ കൂടാതെ ഒട്ടേറെ വിശിഷ്ട വ്യക്തികളും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ബാഡ്ജുമായി കവാടത്തിൽ നിൽക്കുന്നുണ്ട്. പരിപാടിയുടെ ഉദ്ഘാടകൻ്റെ വരവാണ്. ബഹുമാനായ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി പിതാവാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ വ്യാപാരി നേതാക്കൾ ചേർന്ന് വേദിയിലേക്ക് ആനയിക്കുകയാണ്. സംഘാടക സമിതിയുടെ ചെയർമാനും കരുവഞ്ചാൽ യൂണിറ്റ് പ്രസിഡന്റുമായ ജെയിംസ് പുത്തമ്പുര സ്വാഗതം ആശംസിക്കുകയാണ്. വേദിയിലുള്ള ഓരോരുത്തരുടെയും പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ജെയിംസ് പുത്തമ്പുര സ്വാഗത ഭാഷണം അവസാനിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് ജോൺസൺ മാട്ടേലാണ് പരിപാടിയുടെ അധ്യക്ഷൻ. ആശ്രയ പദ്ധതിയെക്കുറിച്ചും വ്യാപാരികൾ ഇന്ന് നേരിടുന്ന വിഷയത്തെക്കുറിച്ചുമെല്ലാം ജോൺസൺ ആധികാരികമായി സംസാരിച്ചു. വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ തങ്ങൾക്ക് പറയുവാനുള്ളത് വേദിയിലിരിക്കുന്ന ഓരോ നേതാക്കളും പറയുമ്പോൾ അത് സസൂക്ഷ്മം കേട്ടിരിക്കുകയാണ് വ്യാപാരികൾ. ഉദ്ഘാടനം ചെയ്യാനെത്തിയ പാമ്പ്ളാനി പിതാവിനെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ ദേവസ്യ മേച്ചേരി ഷാളണിയിച്ച് സ്വീകരിച്ചു. ഇനി ഉദ്ഘാടന പ്രസംഗമാണ്. നമ്മുടെ പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായികളെ, നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ നന്മ പ്രവൃത്തി അത് നാടിൽ അനേകർക്ക് കണ്ണു തുറക്കാനുള്ളൊരു വേദി കൂടിയായി മാറട്ടെ. രാജ്യം മുഴുവനും ഏതാനും ചില മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കപ്പെടുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായികളെ, സൂര്യനുള്ള കാലത്തോളം നിങ്ങളുടെ നന്മയും നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിലനിൽക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കനിവിന്റെ നനവുള്ള നിങ്ങളുടെ ഹൃദയത്തിന്റെ നന്മ ഒരിക്കലും പറ്റിപ്പോകാൻ ഈശ്വരൻ ഇടവരുത്തില്ല എന്ന് മാത്രം നിങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഈ ആശ്രയം പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്മകളും ഭാവുകങ്ങളും ഹൃദയപൂർവ്വം. തിരുവനന്തപുരം ഭീമാപ്പള്ളി ചീഫ് ഇമാം
തജിമുദ്ദീൻ പൂക്കോയത്തങ്ങൾ അൽ ഹൈദ്രുസി അൽ യമാനി, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ രക്ഷാധികാരി അജിത് രാമവർമ്മ, ഫാദർ ജോസഫ് ഈനാച്ചേരി എന്നിവർ മുഖ്യ അതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. കൂടെ നിൽക്കുന്നവൻ വീഴുമ്പോൾ ഒപ്പം ചേർത്ത് നിർത്തുവാനുള്ള ഈ മനസ്സാണ് ഏറ്റവും മഹത്തരമെന്ന് തിരുവനന്തപുരം ഭീമാപ്പള്ളി ചീഫ് ഇമാം തജിമുദ്ദീൻ പൂക്കോയത്തങ്ങൾ. എത്ര മനോഹരമാണിത്, എത്ര ആവേശകരമാണിത്, എത്ര അഭിമാനകരമാണിത്. ഇതാണ് യഥാർത്ഥ ഡിഗ്നിറ്റി ആൻഡ് പ്രസ്റ്റീജ്. അഭിമാനവും അന്തസ്സും എന്നൊക്കെ പറയുന്നത് ഇതാണ്. കൂടെ നിൽക്കുന്നവർ വീഴുമ്പോൾ ഞാനുണ്ടെന്ന് പറഞ്ഞ് കൂടെ പിടിക്കാറുണ്ടാകുന്ന കരങ്ങൾ. ഈ കരങ്ങൾ നൈരന്തര്യം മനസ്സൂടെ മനോഹരം അഭംഗുരം ചരിത്രത്തിൽ നിലകൊള്ളട്ടെ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും ചുക്കാൻ പിടിച്ച് ഈ സംഘടനയെ മുന്നോട്ടേക്ക് നയിക്കുന്ന ജില്ലാ അധ്യക്ഷൻ കൂടിയായ ദേവസ്യാം യെച്ചേരിയാണ് മുഖ്യ പ്രഭാഷണം നടത്തിയത്. ഉദയഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് KS ചന്ദ്രശേഖരൻ, റോയ് ജോസ് പുളിക്കൻ, ജില്ലാ ജനറൽ സെക്രട്ടറി P ബാഷിദ്, MB തിലകൻ, KS റിയാസ്, KK രാമചന്ദ്രൻ, ജോർജ് തോണിക്കൽ, CC വർഗീസ്, അബ്ദുൾ മജീദ്, PA അഗസ്റ്റിൻ, CK സതീശൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു. മലയോരം വെളിച്ചെണ്ണയുടെ സ്ഥാപകനും വ്യവസായ പ്രമുഖനുമായ ജോസ് കാഞ്ഞമലയെ വേദിയിൽ വെച്ച് ഉപഹാരം നൽകി സംഘാടക സമിതി ആദരിച്ചു. സന്തോഷത്തോടു കൂടിയാണ് ഈ സമയത്ത് ഞാനിവിടെ നിൽക്കുന്നത്. ഇത്തരത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാർ സഹായങ്ങൾക്ക് കാത്തു നിൽക്കാതെ സ്വന്തം സഹപ്രവർത്തകർക്ക് അവരുടെ കമ്മിറ്റി തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഇത്തരത്തിലുള്ള സഹായ വിതരണം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഇത്തരത്തിലുള്ള നന്മയുള്ള പ്രവൃത്തികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ജില്ലാ കമ്മിറ്റി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.